കരോളി ഡക്കാസ് എന്നൊരാളുണ്ടായിരുന്നു. കഠിനാധ്വാനം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ജീവിതം തിരുത്തി മുന്നേറാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിച്ച ഒരാൾ. ഹംഗറിയിലെ സൈന്യത്തിലാണ് ഡക്കാസ് ജോലി ചെയ്തിരുന്നത്. രാജ്യത്തെ മികച്ച ഷൂട്ടറായിരുന്നിട്ട് പോലും 1936 നടന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം അക്കാലത്ത് ഹംഗറിയിൽ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം സൈന്യത്തിലെ ഓഫീസർമാർക്ക് മാത്രമേ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടായിരുന്നുള്ളൂ. ഡക്കാസ് ആകട്ടെ സൈന്യത്തിൽ സർജന്റായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം ഹംഗറിയിൽ ആ നിയമം റദ്ദാക്കി. 1940 ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനുള്ള വഴി അങ്ങനെ ഡക്കാസിന് തുറന്നു കിട്ടി. വഴി തെളിഞ്ഞുവെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായി സൈനിക ജോലിക്കിടെ ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് ഡക്കാസിന്റെ വലതു കൈയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. 1938 ഈ സംഭവം. എന്നിട്ടും ഡക്കാസ് ലക്ഷ്യം കൈവെടിഞ്ഞില്ല. ഇടതു കൈകൊണ്ട് തീവ്രമായി ഷൂട്ടിംഗ് പരിശീലനം പുനരാരംഭിച്ചു. 1940 ഒളിമ്പിക്സ് ആയിരുന്നു പ്രതീക്ഷ. അതാ വീണ്ടും പ്രതിസന്ധികൾ. 1940 1944 ഒളിമ്പിക്സ് നടന്നില്ല. കാരണം രണ്ടാം ലോക മഹായുദ്ധം തന്നെ. ഡക്കാസ് കാത്തിരുന്നു. കാത്തിരിപ്പ് വിഫലമായില്ല. 1948 ലണ്ടനിലും 1952 ഹെൽസിംകിയിലും വെച്ച് നടന്ന ഷൂട്ടിംഗ് ഒളിമ്പിക്സിൽ ഇടതു കൈകൊണ്ട് ഷൂട്ട് ചെയ്ത് സ്വർണ്ണ മെഡൽ അദ്ദേഹം നേടി ചരിത്രം സൃഷ്ടിച്ചു. രണ്ടാം തവണ മെഡൽ നേടിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 42 വയസ്സായിരുന്നു. മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഡക്കാസ് ഷൂട്ടിംഗ് പരിശീലകനായി മാറി. അതായിരുന്നു കരോളി ഡക്കാസ്. ഡക്കാസിനെ പോലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിത ലക്ഷ്യം കൈവരിച്ചിട്ടുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രോത്സാഹവും കഠിന പ്രയത്നവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഉയരവും എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് ഡക്കാസിനെ പോലുള്ളവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.